സർ, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലായിട്ട് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ബി.ജെ.പി വ്യക്തമായ ഒരു ആധിപത്യം പുലർത്തുന്ന കാഴ്ചയാണ്. എന്ന് വെച്ചാൽ മൂന്നാമത് അല്ലെങ്കിൽ ഒരു മൂന്നാം കിട രാഷ്ട്രീയ പാർട്ടി എന്നൊക്കെ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും ഒക്കെ മുദ്ര കുത്തപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു ബി.ജെ.പിക്ക്. ആ കാലത്തിൽ നിന്ന് ബി.ജെ.പി പതുക്കെ കരകയറി വരികയാണ്. വ്യക്തമായ ഒരു ആധിപത്യം ഇരു മുന്നണികൾക്കുമൊപ്പം അല്ലെങ്കിൽ മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുമൊപ്പം കേരളത്തിൽ കാഴ്ചവെക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി.ജെ.പി പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ വലിയ കേന്ദ്രമന്ത്രിമാരെ ഉൾപ്പെടെ പ്രചാരണത്തിനെത്തിച്ച് പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു സീറ്റ് പോലുമില്ല, പരാജയം മാത്രം നുണഞ്ഞറിയുന്ന ഒരു പാർട്ടിയായി ബി.ജെ.പി മാറും. ബി.ജെ.പിയുടെ വളർച്ച ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും നിരീക്ഷിക്കുമ്പോൾ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. കാരണം ബി.ജെ.പിയുടെ വളർച്ച ഒരു ത്രെഷ് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമായി നമുക്കിപ്പോൾ അറിയാം. അത് ബീഹാറിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ യു.പിയിലോ ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും ബി.ജെ.പി ക്രമാനുഗതമായി വളർന്നു വരുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. ആദ്യം ഒരു സംസ്ഥാനത്ത് 1%, 2%, 2.5% ആ ഒരു നിലവാരത്തിലായിരിക്കും. അതിനുശേഷം അത് 4 അല്ലെങ്കിൽ 7% വളരുന്നു. പിന്നീട് അത് പതിയെ 9, 11, 12 എന്ന ശതമാനത്തിലെത്തും. അവിടെ നിന്ന് പിന്നെ 15, 7 എന്ന ശതമാനത്തിലേക്ക് വരും. അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് അത് 20 ക്രോസ് ചെയ്യുക. 20 ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ നമ്മള് ഫിസിക്സിലൊക്കെ പഠിക്കുന്ന പോലെ ഖദനാങ്കം എന്ന് പറയും. അതായത് ത്രെഷോൾഡ്, അതായത് ഒരു വെള്ളം തിളയ്ക്കുന്ന അവസ്ഥ. വെള്ളം തിളയ്ക്കുന്നത് വരെ ഒരനക്കവും ഇല്ല. പതുക്കെ പതുക്കെ ചില പൊട്ടുകളൊക്കെ ഉള്ളൂ. ഇതിനി എപ്പോ തിളയ്ക്കാനാ എന്നുള്ളൊരു ആശങ്കയും വരും. പക്ഷേ വെള്ളം തിളച്ചു തുടങ്ങിയാലോ? അതാണ് അവസ്ഥ. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം 20 എന്നുള്ളതിനടുത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ. അപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 തൊടാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ന് മുകളിലേക്ക് എന്ന നിലയിൽ തീർച്ചയായിട്ടും എത്തും. ഇന്ന് അതിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട്. അതിന്റെ രാഷ്ട്രീയം പറയുമ്പോൾ ഇടത് വലത് മുന്നണികൾ എന്നുള്ള രണ്ട് രാഷ്ട്രീയ മുന്നണികളുടെ രാഷ്ട്രീയ നിലവാരത്തെക്കാൾ ഉപരി കേരളത്തിന്റെ പൊതുസമൂഹം ആശങ്കയിലേക്കും ഭയത്തിലേക്കും നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് കേരളത്തിന്റെ പൊതുസമൂഹം ഇതുപോലെ ആശങ്കപ്പെട്ട ഒരു കാലഘട്ടം ഇതിനു മുമ്പിലില്ല. എന്താണ് എന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു. സകല മേഖലയിലും പരാജയം ഏറ്റുവാങ്ങി. യു.ഡി.എഫ് ആണെങ്കിലോ ഇസ്ലാമിക ശക്തികളുടെ പിടിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. ഇതിനിടയിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ കേരളത്തിൽ പിടിമുറുക്കുകയും രാഷ്ട്രീയ മേഖലയിൽ ആധിപത്യം ചെലുത്തുകയും വിദ്യാഭ്യാസം, കലാ, സാംസ്കാരികം, സിനിമ, സ്പോർട്സ് എന്ന് തുടങ്ങി സകല മേഖലകളിലും മതപരമായ ആധിപത്യത്തിലേക്ക് ഇസ്ലാമിസ്റ്റുകൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്ന കാര്യമാണ്. ഇത് രാഷ്ട്രീയത്തിനപ്പുറം യാഥാർത്ഥ്യമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് കേരളത്തിൽ എന്റെ ജീവിത നിലവാരം, എന്റെ ജീവിത സുരക്ഷിതത്വം, എന്റെ മക്കളുടെ ഭാവി, ഞാൻ സമ്പാദിച്ച സ്വത്തിന്റെ സുരക്ഷിതത്വം, ഇതെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആരുടെ? ഇവിടുത്തെ ക്രൈസ്തവരുടെയും ഇവിടുത്തെ ഹിന്ദുവിന്റെയും. അപ്പോൾ ലോകരാജ്യങ്ങളിലൊക്കെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ഇസ്ലാമിക കടന്നുകയറ്റത്തിന്റെ പിടിയിൽ അകപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ഇത് പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ബിസിനസ് രംഗത്ത് നിൽക്കുന്ന ഹിന്ദുവിന് മനസ്സിലാകും, ബിസിനസ് ചെയ്യുന്ന ക്രിസ്ത്യാനിക്ക് മനസ്സിലാവും. സിനിമയുടെ രംഗത്ത് നിൽക്കുന്ന ക്രിസ്ത്യാനിക്ക് മനസ്സിലാകും, ഹിന്ദുവിനും മനസ്സിലാവും. അതായത് സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇൻഡസ്ട്രി ആണെങ്കിലും ഭൂമി ആണെങ്കിലും റെന്റൽ ബിസിനസ് ആണെങ്കിലും ഏതു മേഖലയിലും ഇസ്ലാമിക ആധിപത്യം കടന്നു വന്നു കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വരൂ. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന നേതാക്കളെ എടുക്കൂ, കോൺഗ്രസിന്റെ യുവജന നേതാക്കളെ എടുക്കൂ. അത് യു.ഡി.എഫിന്റെ യുവജന നേതാക്കളാണെങ്കിലും എൽ.ഡി.എഫിന്റെ യുവജന നേതാക്കളാണെങ്കിലും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും പ്പെടുകയും മുസ്ലിം നേതാക്കൾക്ക് ആധിപത്യം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നിലവിലുണ്ട്. ഇനി നിങ്ങളൊരു സർക്കാർ ഓഫീസിലേക്ക് കയറി ചെല്ലൂ. ഇന്നലെ വരെ അവിടെ ദൃശ്യമല്ലാതിരുന്ന ഇസ്ലാമിക ആധിപത്യം വളരെ വ്യക്തമായിട്ട് സർക്കാർ ഓഫീസുകളിൽ നമുക്ക് കാണാൻ പറ്റും.
ഇനി കോളേജ് അഡ്മിഷന്റെ കാര്യം നോക്കൂ, അല്ലെങ്കിൽ PSC അല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ ജോലിയിൽ ലഭിക്കുന്നവരുടെ എണ്ണം എടുത്തു നോക്കൂ. അവിടെയൊക്കെ സംവരണത്തിന്റെ പിൻബലത്തോടുകൂടി അതിശക്തമായിട്ട് ഇസ്ലാമിക ആധിപത്യം വരികയാണ്. ഇതാണ് കേരളത്തിന്റെ സാമൂഹിക യാഥാർത്ഥ്യം. ഇതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ റിസൾട്ടിലേക്കാണ് കേരളം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി രക്ഷ BJP മാത്രം എന്നുള്ളൊരവസ്ഥ കേരളത്തിലെ ക്രൈസ്തവരെയും കേരളത്തിലെ ഹിന്ദുക്കളെയും പിടികൂടിയിട്ടുണ്ട്. ഇനി രക്ഷ BJP മാത്രം. അപ്പോൾ ആ ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് കേരളത്തിൽ വരാൻ പോകുന്ന ഇലക്ഷനിൽ BJPക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ലഭിക്കാൻ പോകുന്ന ഒന്നാമത്തെ ഘടകം. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം 20-ന് മുകളിലേക്ക്, അത് 22 ആണോ 25 ആണോ 27 ആണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ജനങ്ങളാണ് തീരുമാനിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, LDFനും UDFനും തനിച്ച് ഭൂരിപക്ഷം കിട്ടില്ല. അപ്പോൾ LDFന് ഭൂരിപക്ഷം ഇല്ല എങ്കിൽ, UDFന് ഭൂരിപക്ഷം ഇല്ല എങ്കിൽ BJP ജയിക്കുന്ന സീറ്റുകൾ നിർണായകമായി തീരുമ്പോൾ BJPയെ ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, രണ്ടുപേരും ഒന്നിക്കുക. അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇന്ത്യ മുന്നണി നിലവിലുണ്ടല്ലോ. കേരളത്തിൽ അവർ അങ്ങനെ അഭിനയിക്കുന്നില്ല എങ്കിൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം BJPയെ അപ്രസക്തമാക്കാൻ കോൺഗ്രസും CPM-ഉം LDFും UDFും ഉരുകിച്ചേർന്ന് ഒരൊറ്റ മുന്നണിയായി ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമാവും. ഇതിനുള്ള തിരക്കഥ എഴുതാനും റിഹേഴ്സൽ നടത്താനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ സഞ്ചരിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കാർമ്മികത്വത്തിൽ ഇത് കൃത്യമായി സ്ക്രീൻ പ്ലേ റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇത് BJP യുഗത്തിന്റെ തുടക്കം തന്നെയാണ്. സർ, ഈ പറഞ്ഞതുപോലെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തമായ ചലനം ഉണ്ടാക്കാൻ BJPക്ക് സാധിക്കും എന്നാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിലെ എല്ലാ ജില്ലകളും BJPക്ക് അത്ര പെട്ടെന്ന് കടന്നു കയറാവുന്ന രീതിയിലല്ല. അങ്ങനെയാണെങ്കിൽ കൂടി കേരളത്തിലെ ഏത് ജില്ലയായിരിക്കും അല്ലെങ്കിൽ കേരളത്തിന്റെ ഏത് ഭാഗത്തായിരിക്കും BJP ഒരു വ്യക്തമായ ആധിപത്യം പുലർത്താൻ പോകുന്നത്? നീതു പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ല, അത് മുസ്ലിമിന് തീരെഴുതി കൊടുത്തതാണ് EMSന്റെ കാലഘട്ടം മുതൽ. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ BJPക്ക് 4 സീറ്റ് കിട്ടും, 5 സീറ്റ് കിട്ടും എന്ന് പറയുന്നതിൽ വലിയ യാഥാർത്ഥ്യമില്ല. ഇപ്പൊ കണ്ണൂർ ജില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ്. പക്ഷെ അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. എങ്കിലും കണ്ണൂർ ജില്ലയിലെ നിർണായകമായ അത്രയും എണ്ണം സീറ്റുകൾ BJP പിടിക്കും എന്ന് പറയുന്നത് സാമാന്യ യുക്തിക്ക് ആരും അംഗീകരിക്കണം എന്നില്ല. പക്ഷേ നോക്കൂ, കേരളത്തിന്റെ തിരുവിതാംകൂർ ഭാഗം അല്ലെങ്കിൽ മധ്യ കേരളം, തിരുക്കൊച്ചി എന്ന് പറയുന്ന ഭാഗം, തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് ക്രൈസ്തവ വോട്ടുകളിലും അവരുടെ മനോഭാവത്തിലും വരാൻ പോകുന്ന സ്വിങ് ഇലക്ഷന് ശേഷമേ പണ്ഡിതന്മാർ സമ്മതിക്കുള്ളൂ എങ്കിൽ പോലും ഇലക്ഷന് മുമ്പ് ഞാൻ പറയുന്നു, 2020യുടെ കടന്നുവരവ്, PC ജോർജിന്റെ പാർട്ടി BJPയിൽ ലയിച്ചത്, ഇതെല്ലാം ക്രൈസ്തവ വോട്ടുകൾ എങ്ങോട്ട് ചിന്തിക്കുന്നു, എങ്ങോട്ട് മാറുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണ്. അപ്പോൾ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗത്ത് ക്രൈസ്തവ വോട്ടുകളുടെ പിൻബലത്തോടു കൂടി BJPക്ക് ത്രഷോൾഡ് കടക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തിരുവനന്തപുരം ജില്ല മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ അപ്രതീക്ഷിതം എന്ന് ഞാൻ പറയുന്നില്ല, BJP കണക്കുകൂട്ടലുകളെ ശരിവെക്കുന്ന തരത്തിലുള്ള ഞെട്ടിക്കുന്ന ഒരു വിജയം ഉണ്ടാവും. ഇതേപോലെ തന്നെ കാസർഗോഡ്, അതേപോലെ തന്നെ കോഴിക്കോട്, ഈ ജില്ലകളിലും വയനാട്ടിൽ പോലും വലിയ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പാലക്കാട് ജില്ല കമ്മ്യൂണിസം കൊണ്ട് മടുത്ത ഒരു ജില്ലയാണ്. കാർഷിക മേഖലയിലെ കനത്ത പരാജയം അതിന് അടിവരയിടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മലപ്പുറം, കണ്ണൂർ എന്ന 2 ജില്ലകൾ ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, ഇടുക്കി ഉൾപ്പെടെ മാറ്റങ്ങൾക്ക് വിധേയമാവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമുണ്ട്. ഇതിനെ രാഷ്ട്രീയ അന്തരീക്ഷമാക്കി മാറ്റി വോട്ട് പെട്ടിയിലേക്ക് കൊണ്ടുവരാൻ BJP ഇത്തവണ കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് നീങ്ങുന്നത്. അത് വ്യക്തമായിട്ടും റിസൾട്ടിൽ പ്രതിഫലിക്കും. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് LDFനും UDFനും ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല എന്ന്. സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഇസ്ലാമിക വ്യവസ്ഥിതി അല്ലെങ്കിൽ അത്തരത്തിൽ അവർ പിടിമുറുക്കിയ ഇടങ്ങളിലൊക്കെ BJP ഉള്ളത് കൊണ്ട് മാത്രമാണ് ഹിന്ദുക്കൾക്ക് കൂടി ബിസിനസ് ചെയ്യാനും അല്ലെങ്കിൽ വളരാനും കൂടി സാധിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ BJP എത്രത്തോളം വ്യക്തമായ ആധിപത്യം പുലർത്തും, അല്ലെങ്കിൽ BJPക്ക് ഏത് രീതിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്തൊക്കെയാണ് BJP കരുതി വെച്ചിട്ടുള്ളത് എന്നൊക്കെ വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു, ജയസൂര്യ സർ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.